കഅന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ. അവരെ കാണാൻ യാഖൂത്തും മർജാനും പോലെയുണ്ട്. യാഖൂത്തും മർജാനും പോലെയാണ്. യാഖൂത്ത് എന്നാൽ പവിഴമാണ്, യാഖൂത്ത് എന്നാൽ മാണിക്യമാണ്, മർജാൻ എന്നാൽ പവിഴമാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെ റബ്ബിന്റെയും അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? എന്നിട്ട് അല്ലാഹു പറയുന്നു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാനിന്റെ പ്രതിഫലം ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ്? ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാനിന്റെ പ്രതിഫലം ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ്? ഇതിൽ നിന്ന് വ്യക്തമാണ് സ്വർഗത്തിൽ ഈ മുന്തിയ പദവി ലഭിക്കുന്ന ആളുകൾ അവർ ഇഹ്സാനിന്റെ ആളുകളാണ് എന്ന്. ഇഹ്സാൻ എന്നാൽ റബ്ബിനു വേണ്ടി അവനെ കാണുന്നത് പോലെ പ്രവർത്തിക്കുക. റബ്ബിനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു വീണ്ടും ആവർത്തിക്കുന്നു, അപ്പോൾ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെ റബ്ബിന്റെയും നിഅമത്തുകളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗങ്ങൾക്ക് ശേഷമുള്ള സ്വർഗങ്ങളെ കുറിച്ച് പറയുന്നു, വമിൻ ദൂനിഹിമാ ജന്നതാൻ. അതിനു താഴെ രണ്ട് സ്വർഗങ്ങളുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മുദ്ഹാമ്മതാൻ. ആ സ്വർഗങ്ങളുടെ പ്രത്യേകതയാണ് മുദ്ഹാമ്മതാൻ. മുദ്ഹാമ്മതാൻ എന്നാൽ അത് കറുപ്പ് നിറമായിട്ടുണ്ട്. മുദ്ഹാമ്മതാൻ അഥവാ അത് കറുപ്പ് നിറമായിട്ടുണ്ട്. ഖദ് ഇസ്വദ്ദതാ മിനൽ ഖദ്റതി മിൻ ശിദ്ദത്തി الري من الماء. അത് കറുപ്പ് നിറമാകാനുള്ള കാരണം അത് പച്ചപ്പ് വർദ്ധിച്ച് ആ വൃക്ഷങ്ങൾ വെള്ളം കുടിച്ച് അതിന്റെ പച്ചപ്പ് കൂടി കറുപ്പ് നിറത്തോടടുത്തിട്ടുണ്ട്. മുദ്ഹാമ്മതാൻ. നമുക്കറിയാം, വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, അതിന്റെ പച്ച നിറം കണ്ണിന് കുളിർമയേകുന്നതാണ്. നോക്കുന്നവർക്ക് ആനന്ദമേകുന്ന കാര്യമാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഫീഹിമാ ഐനാനി നദ്ദാഖതാൻ. അതിൽ രണ്ടിലുമുണ്ട് ഐനാനി, രണ്ട് നദികൾ. നദ്ദാഖതാൻ. നദ്ദാഖതാൻ എന്നാൽ ഒഴുകുന്ന, വേഗത്തിൽ ഒഴുകുന്ന രണ്ട് നദികൾ. മുംതലിഅതാനി വലാ തൻഖതിആൻ. നദ്ദാഖതാൻ എന്ന വാക്കിനെ ഇങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. മുംതലിഅതാൻ, നിറഞ്ഞൊഴുകുന്നത്. വലാ തൻഖതിആൻ, മുറിഞ്ഞു പോകാത്ത രൂപത്തിൽ അത് നിറഞ്ഞൊഴുകുന്നു. നബഹ എന്ന വാക്ക് വെള്ളം ചെറുതായി തെറിപ്പിക്കുന്നതിന് നബഹ എന്ന് പറയും. ഹ എന്നാൽ ഖ ഉപയോഗിച്ചാൽ നദഖ എന്ന് വന്നാൽ വേഗത്തിൽ വെള്ളം ഒഴുകുക എന്നർത്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, റഹിമല്ലാഹു റജുലൻ ഖാമ മിന അൽ-ലൈലി ഫസല്ല വഅയ്ഖദ അഹ്ലഹു ഫഇൻ അബത് നദഹ ഫീ വജ്ഹിഹാ അൽമാ. ഒരു മനുഷ്യൻ അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, കാരുണ്യം ചൊരിയട്ടെ. ഖാമ മിന അൽ-ലൈലി ഫസല്ല, രാത്രി എഴുന്നേറ്റ് അയാൾ നിസ്കരിച്ചു. വഅയ്ഖദ അഹ്ലഹു, നിസ്കാരത്തിന് വേണ്ടി അയാൾ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. ഫൈൻ അബത്, അവൾ അതിന് വിസമ്മതിച്ചാൽ, എഴുന്നേൽക്കാൻ മടി കാണിച്ചാൽ, നദഹ ഫീ വജ്ഹിഹാ അൽമാ, അവളുടെ മുഖത്ത് അയാൾ വെള്ളം തളിച്ചു. വെള്ളം ചെറുതായി തളിക്കുന്നതിനാണ് നദഹ എന്ന് പറയുക. അതുപോലെ റഹിം അല്ലാഹു ഇംറഅതൻ, ഒരു സ്ത്രീയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഖാമത് മിന അൽ-ലൈലി ഫസല്ലത്, രാത്രി എഴുന്നേറ്റു, എന്നിട്ട് അവൾ രാത്രി നിസ്കാരം നിസ്കരിച്ചു. വഅയ്ഖളത് സൗജഹ,
എന്നിട്ട് അവളുടെ ഭർത്താവിനെ അവൾ വിളിച്ചുണർത്തി. ഫൈൻ അബ, അയാൾ എഴുന്നേൽക്കാൻ മടി കാണിച്ചാൽ നദഹത് ഫീ വജ്ഹിഹി അൽമാ, അയാളുടെ മുഖത്ത് അവൾ അല്പം വെള്ളം തളിച്ചു. അവിടെ പറഞ്ഞ വാക്കെന്താണ്? നദഹ. ഇവിടെ നദഹ എന്ന വാക്കിൽ നിന്നാണ് നദ്ദാഖത്താൻ എന്ന് വന്നിട്ടുള്ളത്. അറബിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അക്ഷരങ്ങളുടെ ചില ഹർഫുകൾക്ക് ചില ഹർഫിനേക്കാൾ ശക്തി കൂടുതലാണ്. അത് അർത്ഥത്തിലും സൂചിപ്പിക്കും, അർത്ഥത്തിലും അതിന്റെ സ്വാധീനമുണ്ടാകും. നദഹ എന്ന് പറഞ്ഞാൽ വെള്ളം ചെറുതായി തളിക്കുക, നദഹ എന്ന് പറഞ്ഞാലോ വെള്ളം വേഗത്തിൽ ഒഴുകുക. അതിനേക്കാൾ വലിയ വേഗമാണ് ജറ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് വലിയ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഫീഹിമ ഐനാനി തജ്രിയാൻ, ഒഴുകുന്ന നദികൾ അവിടെ ഉണ്ട്. അത് നദഹ എന്ന് പറഞ്ഞതിനേക്കാൾ വേഗമുള്ളതാണ്. എന്നാൽ അതിന് താഴെയുള്ള രണ്ട് സ്വർഗങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നു ഫീഹിമ ഐനാനി നദ്ദാഖതാൻ, വേഗത്തിൽ ഒഴുകുന്ന ഫീഹിമ ഐനാനി, രണ്ട് നദികൾ അതിലുണ്ട്. ആ രണ്ട് സ്വർഗങ്ങളിൽ നദ്ദാഖതാൻ, വേഗത്തിൽ ഒഴുകുന്നതാണ്. ഇതുപോലെ തന്നെയാണ് പുരുഷന്റെ മദിയും അതുപോലെ മനിയും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. കാരണം പുരുഷന്റെ മദി എന്ന് പറയുന്ന അവൻ ലൈംഗിക ബന്ധത്തിന് മുൻപുള്ള കാര്യങ്ങൾ കൊണ്ട് പുരുഷന്റെ ലൈംഗികാവയവത്തിലൂടെ പുറത്തു വരുന്ന ദ്രാവകത്തിനാണ് മദി എന്ന് പറയുക. അത് മനി പോലെയല്ല. മനിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, ദാഫിഖായ ദ്രാവകമാണ്. ദാഫിഖ് എന്നാൽ തെറിച്ചു വീഴുന്നതാണ്. എന്നാൽ മദി അങ്ങനെയല്ല. അതുപോലെ നജാസത്തിലും വ്യത്യാസമുണ്ട്. പുരുഷന്റെ മനിജ് അത് നജസല്ല, അത് താഹിറാണ്. എന്നാൽ മദി അത് ഖഫീഫായ നജസാണ്. ഖഫീഫ് എന്ന് പറഞ്ഞാൽ കടുത്ത നജസല്ല, ചെറിയ നജസാണ്. ആൺകുട്ടികളുടെ മുലപ്പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടികളുടെ മൂത്രം പോലെ. അത് വസ്ത്രത്തിലായാൽ കൈ നിറയെ വെള്ളം, ഒരു കഫിൽ കയ്യിൽ വെള്ളമെടുത്ത് അതിന്മേൽ കുടഞ്ഞാൽ മതിയാവും. മുലപ്പാൽ മാത്രം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രത്തിന്റെ വിധി അങ്ങനെയാണ്. അത് നജസാണ്, പക്ഷേ നജസുൻ ഖഫീഫ്. അതേസമയം പെൺകുട്ടികളുടേത് അങ്ങനെയല്ല. അത് ചെറിയ പ്രായത്തിൽ തന്നെ, പ്രസവിച്ചത് മുതൽ തന്നെ നജസാണ്. അതുപോലെ ആൺകുട്ടി തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ പിന്നീട് മൂത്രമൊഴിച്ചാൽ അത് നജസ് തന്നെ. അത് കഴുകി, വസ്ത്രത്തിലായാൽ അത് കഴുകുക തന്നെ വേണം. പുരുഷന്റെ മദി നജസുൻ ഖഫീഫാണ്. നോക്കൂ, മദിയും മനിയും, കാരണം ന്യൂൻ എന്ന വാക്ക് ദാലിനേക്കാൾ ശക്തിയുള്ള വാക്കാണ്. ശക്തിയുള്ളതിന് മനി എന്നും ശക്തി കുറഞ്ഞതിന് മദി എന്നും പറഞ്ഞു. അതുപോലെ തന്നെയാണ് മിന എന്ന പേര് വന്നത്. മിന എന്ന പേര് ആ സ്ഥലത്തിന് വരാൻ എന്താണ് കാരണം? രക്തം ധാരാളമായി ഒഴുക്കുന്ന സ്ഥലമാണത്. അറവ് നടത്തി മിനയാണ് മൻഹർ, അറുക്കാനുള്ള സ്ഥലം മിനയാണ്. മിന മുഴുവൻ ഹജ്ജിന്റെ അറവ് നടക്കുന്ന സ്ഥലമാണ് മിന. കാരണം അവിടെ ധാരാളമായി രക്തം ഒഴുകുന്നു. അപ്പൊ നൂൻ എന്നത് ദാലിനേക്കാൾ ശക്തിയുള്ള വാക്കാണ്. അതുകൊണ്ട് കൂടുതൽ ശക്തിയിൽ ഒഴുകുന്നതിന്, തെറിക്കുന്നതിന് മനി എന്നും അല്ലാത്തതിന് മദി എന്നും പറയും. അതുപോലെ നദഹ എന്ന് പറഞ്ഞാൽ ചെറുതായി വെള്ളം തളിക്കുകയാണ്. നദഹ എന്ന് പറഞ്ഞ ശക്തിയായി ഒഴുകലാണ്. അതിനേക്കാൾ ശക്തിയുള്ളതാണ് ജറ എന്ന് പറഞ്ഞാൽ ജരി. ഫീഹിമ ഐനാനി തജ്രിയാൻ, മുകളിൽ പറഞ്ഞ ശ്രേഷ്ഠത കൂടിയ രണ്ട് സ്വർഗങ്ങളിൽ വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളുണ്ട്. അതിന് താഴെയുള്ള രണ്ട് സ്വർഗങ്ങളിൽ അതിന്റെ താഴെ വേഗത്തിൽ ഒഴുകുന്ന രണ്ട് നദികളുണ്ട്. ഫീഹിമ ഐനാനി നദ്ദാഖതാൻ, ഫീഹിമ ഐനാനി നദ്ദാഖതാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വർഗത്തിലെ നദികളെ കുറിച്ച് നമ്മോട് പറഞ്ഞു, അത് അള്ളാഹുവിന്റെ അർശിന് കീഴെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ചാണ്, അവിടെ നിന്നാണ് അത് പൊട്ടി ഒഴുകുന്നത്. മിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് വിവരിച്ചു, അവിടെ പാലിന്റെ അരുവിയുണ്ട്, തേനിന്റെ അരുവിയുണ്ട്, ശുദ്ധമായ വെള്ളത്തിന്റെ അരുവിയുണ്ട്, തലവേദനയോ ലഹരിയോ ഉണ്ടാക്കാത്ത എന്നാൽ ത്രസിപ്പിക്കുന്ന രുചിയുള്ള മദ്യത്തിന്റെ അരുവിയുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മുഹമ്മദിൽ വിവരിച്ചിട്ടുള്ള കാര്യമാണിത്. അവിടുത്തെ നദികളെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, ദുനിയാവിലെ നദികൾ ഉഹ്ദൂദിലൂടെയാണ് ഒഴുകുന്നത്. അഥവാ ദുനിയാവിലെ നദികളെല്ലാം ആഴമുള്ളതാണ്, അതിൽ വീണാൽ അപകടമുണ്ടാകും. താഴെയുള്ള വലിയ വലിയ കിടങ്ങുകളിലൂടെയാണ് അത് ഒഴുകുക. അതുകൊണ്ടാണ് ആ നദികൾ വറ്റിയാൽ വലിയ കുഴികൾ, വലിയ താഴ്ച, ഗർത്തങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. എന്നാൽ സ്വർഗത്തിലെ നദികൾ ഒഴുകുന്നത് അത് ഗർത്തങ്ങളിലൂടെയല്ല, അത് മുകളിലൂടെയാണ് ഒഴുകുക. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ നിഅമത്താണത്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ പ്രവർത്തിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ദുനിയാവിൽ ഇങ്ങനെ നദികൾ നിശ്ചയിച്ച റബ്ബ് പരലോകത്ത് ഈ രൂപത്തിലും നദികൾ നിശ്ചയിക്കാൻ, അത് ഏർപ്പെടുത്താൻ കഴിവുള്ളവനാണ്. ഫീഹിമ ഐനാനി നദ്ദാഖതാൻ, ശക്തിയായി ഒഴുകുന്ന രണ്ട് നദികൾ ആ രണ്ട് സ്വർഗങ്ങളിലും ഉണ്ട്. മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, മുംതലിഅതാനി വലാ തൻഖതിആൻ, നിറഞ്ഞൊഴുകുന്ന നദികൾ, ലാ തൻഖതിആൻ, അത് മുറിഞ്ഞു പോവുകയില്ല, അതിന്റെ ആ നദി ഒഴുകുന്നത് നിലക്കുകയില്ല, മുറിഞ്ഞു പോവുകയില്ല. അള്ളാഹു പറയുന്നു അടുത്ത ആയത്തിൽ, فبأي آلاء ربكما تكذبان, നേരത്തെ വിശദീകരിച്ചതാണ് അതിന്റെ അർത്ഥം. فيهما فاكهة ونخل ورمان, فيهما فاكهة ونخل ورمان, فيهما ആ രണ്ട് സ്വർഗങ്ങളിലുമുണ്ട് ഫാക്കിഹത്തുൻ പഴങ്ങൾ, വനഖ്ലുൻ ഈത്തപ്പന, വറുമ്മാൻ ഉറുമാൻ പഴം. ഇതിനെന്തു പറയും? അത്ഫുൽ ഖാസി അലൽ ആം, അത്ഫുൽ ഖാസി അലൽ ആം എന്നാണ് ഇതിൽ പറയുക. അഥവാ പൊതുവായി പറഞ്ഞതിനു ശേഷം പിന്നെ ചില ഇനങ്ങൾ, അതിൽ ഉൾപ്പെടുന്ന ചില ഇനങ്ങൾ പ്രത്യേകം എടുത്തു പറയുക. പൊതുവായി പറഞ്ഞതിനു ശേഷം അതിൽ ഉൾപ്പെടുന്ന ചില ഇനങ്ങളെ പ്രത്യേകം എടുത്തു പറയുക. അതിനാണ് അത്ഫുൽ ഖാസി അലൽ ആം എന്ന് പറയുക. അത്ഫുൽ ഖാസി അലൽ ആം. അതെന്തിനാണ്? പഴങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ റുമ്മാനും നഖ്ലും ഒക്കെ അതിൽ ഉൾപ്പെട്ടു. പക്ഷേ റുമ്മാനും നഖ്ലും, ഈത്തപ്പഴവും റുമാൻ പഴവും പഴങ്ങളിൽ ഏറെ പ്രത്യേകതകളുള്ള, ഒരുപാട് പ്രയോജനങ്ങളുള്ള പഴങ്ങളിൽപ്പെട്ടതാണ്. ഏതുപോലെ അള്ളാഹു മലക്കുകളെ പറയുകയും ശേഷം മലക്കുകളിലേറെ പ്രത്യേകതയുള്ള, ശ്രേഷ്ഠതയുള്ള ജിബ്രീലിനെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തതുപോലെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകൾ അന്ന് ഇറങ്ങും, റൂഹും ഇറങ്ങും, അഥവാ ജിബ്രീലും ഇറങ്ങും. സൂറത്തു അന്നബയിൽ നേരെ തിരിച്ചിട്ടാണ്, യൗമ യഖൂമു റൂഹു വൽ മലായികതു. ആദ്യം റൂഹിനെയും പിന്നെ മലക്കുകളെയും പറഞ്ഞു, ജിബ്രീലും മലക്കുകളും. അതിന് പറയും അത്ഫുൽ ആമ്മി അലൽ ഖാസ്, പ്രത്യേകമായ ഒന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പൊതുവായത് എടുത്തു പറയുക. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ ഉൾപ്പെട്ടു അതിൽ. പക്ഷെ ജിബ്രീലിനെ ആദ്യം പറഞ്ഞ് പിന്നെ മലക്കുകളെന്ന് വീണ്ടും പറയുക, അതിലും ജിബ്രീൽ ഉൾപ്പെട്ടു. അതുപോലെ നേരെ തിരിച്ച് ആദ്യം മലക്കുകൾ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ ഉൾപ്പെട്ടു, പക്ഷെ വീണ്ടും എടുത്തു പറയുക. എന്തിനാണിത്? പ്രത്യേകത കൂടുതലുള്ളത് കൊണ്ടാണ്. മീകായിലിനെ അങ്ങനെ എടുത്തു പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. ആരാണോ അള്ളാഹുവിന്റെയും അവന്റെ മലക്കുകളുടെയും അവന്റെ റസൂലുകളുടെയും
അള്ളാഹുവിന്റെ മലക്കുകളുടെയും അവന്റെ റസൂലുകളുടെയും ജിബ്രീലിന്റെയും മീകായിലിന്റെയും ശത്രുക്കളായത് ആരാണോ ഇവരോടൊക്കെ ശത്രുത വെച്ചത്, അള്ളാഹുവിനോടും മലക്കുകളോടും അവന്റെ റസൂലുകളോടും ജിബ്രീലിനോടും മീകായിലിനോടും ശത്രുത വെച്ചത്, ഫഇന്ന അല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ, അള്ളാഹു ആ കാഫിറുകളുടെ ശത്രുവാണ്. അത് യഹൂദികളെ കുറിച്ച് അവതരിച്ച ആയത്താണ്. കാരണം യഹൂദികൾക്ക് ജിബ്രീലിനോട് ശത്രുതയായിരുന്നു, മീകായിലിനോട് സ്നേഹവും. അവരങ്ങനെയാണ് വാദിച്ചത്. കാരണം ജിബ്രീൽ ദീനി നിയമങ്ങളുമായി ഇറങ്ങും, നമുക്ക് പാലിക്കാൻ കഴിയാത്ത കടുത്ത നിയമങ്ങളുമായി ഇറങ്ങും. അതുകൊണ്ട് ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. യഥാർത്ഥത്തിൽ ജിബ്രീൽ അള്ളാഹുവിന്റെ വഹയും കൊണ്ടാണ് വരുന്നത്. ജിബ്രീൽ സ്വന്തമായി ഒന്നും കൊണ്ടുവരുന്നില്ല. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, ആരാണോ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും അവന്റെ റസൂലുകളുടെയും ജിബ്രീലിന്റെയും മീകായിലിന്റെയും ശത്രു, അള്ളാഹു അവരുടെ ശത്രുവാണ്. അള്ളാഹു ആ നിഷേധികളുടെ ശത്രുവാണ്. അപ്പോൾ ജിബ്രീലിനോട് ശത്രുത വെച്ചാൽ അവൻ അള്ളാഹുവിനോടും അവന്റെ മലക്കുകളോടും എല്ലാ റസൂലുകളോടും സ്നേഹമുണ്ടെന്ന് വാദിക്കുന്ന മീകായിലിനോടും ശത്രുത വെച്ചവനാണ്. സ്നേഹമുണ്ടെന്ന് അവൻ വാദിക്കുന്ന മീകായിലിനോടും ശത്രുത വെച്ചവനാണ്. ഏതുപോലെ അള്ളാഹുവിന്റെ റസൂലുകളിൽ ഏതെങ്കിലും ഒരു റസൂലിനെ നിഷേധിച്ചാൽ അവൻ എല്ലാ റസൂലുകളെയും നിഷേധിച്ചതുപോലെയാണ്. ഫീഹിമ ഫാക്കിഹത്തുൻ, അവിടെ പഴങ്ങളുണ്ട്. പഴങ്ങൾ എന്ന് പറഞ്ഞാൽ നഖ്ലും റുമ്മാനും ഒക്കെ അതിൽ ഉൾപ്പെട്ടു. പക്ഷേ പ്രത്യേകമായി നഖ്ലിനെയും റുമ്മാനിനെയും എടുത്തു പറഞ്ഞു. വനഖ്ലുൻ റുമ്മാൻ, ഈത്തപ്പഴവും അതുപോലെ ഉറുമാമ്പഴവുമുണ്ട്. ഇബ്നു കസീർ പറയുന്നു, വഇന്നമാ ഉഫ്രിദ അൻ-നഖ്ലു വർ-റുമ്മാനു ബിദ്ദിക്രി ലിശറഫിഹിമാ അലാ ഗൈരിഹിമാ. ഈത്തപ്പനയും റുമ്മാനും നഖ്ലും റുമ്മാനും പ്രത്യേകം എടുത്തു പറഞ്ഞത് ലിശറഫിഹിമ, അതിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ്. അലാ ഗൈരിഹിമ, അതല്ലാത്ത പഴങ്ങളെക്കാൾ അതിന് ശ്രേഷ്ഠതയുണ്ട് എന്നതുകൊണ്ടാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ. ഫീഹിന്ന, ആ സ്വർഗങ്ങളിലുണ്ട്, ഖൈറാത്തുൻ ഹിസാനുൻ. ഖൈറാത്തുൻ ഹിസാനുൻ. ഖൈറാത്ത് എന്നാൽ നല്ലവരായ, അതീവ ഭംഗിയുള്ള, അഥവാ ആന്തരികമായി ഹൃദയഭംഗിയുള്ള, നല്ല സ്വഭാവമുള്ള സ്ത്രീകൾ. ഹിസാനുൻ, കാണാൻ ഭംഗിയുള്ള സ്ത്രീകൾ. അവരെ ഖൈറാത്തുൻ എന്ന് പറഞ്ഞു, ഹിസാൻ എന്നും പറഞ്ഞു. രണ്ട് രൂപത്തിൽ അവരുടെ നന്മ പറഞ്ഞു. ഒന്ന് ഉള്ളിലെ നന്മയാണ്, ഉള്ളിലെ ഭംഗിയാണ്. രണ്ടാമത്തത് പുറമേക്കുള്ള നന്മയാണ്, പുറമേക്കുള്ള ഭംഗിയും സൗന്ദര്യവുമാണ്. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഖൈറാത്തുൻ ഹിസാൻ എന്ന് പറഞ്ഞാൽ വഹിയൽ മർഅതു സാലിഹത്തുൽ ഹസനത്തുൽ ഖുലുഖ് അൽ ഹസനത്തുൽ വജ്ഹ്. അത് ഏറ്റവും നല്ല സ്വർഗീയ സ്ത്രീയാണ്, സ്ത്രീകളാണ് ഉദ്ദേശം. ഹസനത്തുൽ ഖുലുഖ് അൽ ഹസനത്തുൽ വജ്ഹ്, സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ഏറെ നന്മയുള്ള, അതുപോലെ മുഖസൗന്ദര്യമുള്ള, അഥവാ ശരീരവും സൗന്ദര്യമുള്ളവരാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം അവർ ഇങ്ങനെ പാടുമെന്ന്, അവരുടെ ഇണകൾക്ക് വേണ്ടി അവരിങ്ങനെ പാടുമെന്ന് ഹദീസുകളിൽ കാണാം. നഹ്നുൽ ഖൈറാത്തുൽ ഹിസാൻ ഖുലിഖ്നാ ലി അസ്വാജിൻ കിറാം. നഹ്നുൽ ഖൈറാത്തുൽ ഹിസാൻ, ഞങ്ങൾ ഭംഗിയുള്ള ഏറ്റവും നല്ലവരായ സ്ത്രീകളാണ്. ഖുലിഖ്ന, ഞങ്ങൾ പടക്കപ്പെട്ടത് ലി അസ്വാജിൻ കിറാം, മാന്യന്മാരായ ഇണകൾക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ ഇണകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നവർ മധുരമായ ശബ്ദത്തിൽ പാട്ടുപാടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നോക്കൂ, ദുനിയാവിലെ ഹറാമായ സംഗീതത്തിന്റെയും പാട്ടുകളുടെയും ഒക്കെ പിന്നാലെ പോയി അതിന്റെ അടിമയായി ജീവിക്കുന്ന ആളുകൾ ചിന്തിക്കുക, അള്ളാഹു അവരുടെ കാതുകൾ അവർക്ക് നൽകിയത് ഇത് കേൾക്കാനല്ല. നീ അള്ളാഹു നിനക്ക് ഒരുക്കി വെച്ച ഇതിനു വേണ്ടി നിന്റെ കണ്ണും കാതും നിന്റെ ശരീരവുമെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടവനാണ്. ഏറ്റവും നല്ലത് കേൾക്കാനുള്ളവനാണ് നീ. അതുകൊണ്ട് ഇതുപോലത്തെ നിലവാരം കുറഞ്ഞവ നീ കേട്ട് നീ അത് നിനക്ക് നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു ഒരുക്കി വെച്ച വലിയ നന്മ നിനക്ക്
നഷ്ടപ്പെടുത്തരുത്. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അവരുടെ പ്രത്യേകത അല്ലാഹു പറയുന്നു അടുത്ത ആയത്തിൽ. എന്താണ് അടുത്ത ആയത്ത്? ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. ഹൂറുൻ, അവർ ഹൂറാണ്. ഖുർആനിൽ പല സ്ഥലത്തും, ഖുർആനിൽ വേറെ സ്ഥലത്ത് ഹൂർ എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഹൂറുൻ ഐൻ, നമ്മൾ മുമ്പ് പഠിച്ച സൂറത്തുൽ വാഖിഅയിൽ ഹൂറുൻ ഐൻ, അഥവാ അവരുടെ കണ്ണിന്റെ ഭംഗി സൂചിപ്പിക്കുന്ന വാക്കാണത്. കണ്ണുകളുടെ ഭംഗി, അവരുടെ കണ്ണുകളുടെ കറുപ്പ് നിറമുള്ള ഭാഗം അതീവ കറുപ്പും വെളുപ്പ് നിറമുള്ള ഭാഗം അതീവ വെളുപ്പുമുള്ള വലിയ കണ്ണുകളുള്ള അതീവ സുന്ദരികളാണവർ. ഹൂറുൻ മഖ്സൂറാത്തുൻ. മഖ്സൂറാത്ത് എന്നാൽ അവരവിടെ തടയപ്പെട്ടിരിക്കുന്നു. തടയപ്പെടുക എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്ന് മനസ്സിലാക്കരുത്, മറിച്ച് അവിടെ ഒരുക്കി നിർത്തപ്പെട്ടവരാണവർ. അവരുടെ ഇണകൾക്ക് വേണ്ടി ഒരുക്കി നിർത്തപ്പെട്ടവരാണവർ. ഫിൽ ഖിയാം. ഖിയാം എന്നാൽ എന്താണ്? ഖിയാം, ഖൈമത്ത് എന്താ? കൂടാരമാണ്. ഖിയാം കൂടാരങ്ങൾ എന്നാൽ അത് ഖുർആന്റെ അഭിസംബോധിതരായ അറബികൾക്ക് വേഗം മനസ്സിലാവും. ഖൈമത്തുകൾ, ഖിയാം. പക്ഷേ പരലോകത്ത് ഖിയാം എന്നാൽ എന്താണ് പരലോകത്ത് ഖിയാം എന്നാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. أن رسول الله صلى الله عليه وسلم قال إن في الجنة خيمة من لؤلؤة مجوفة عرضها 60 ميلا في كل زاوية منها أهل ما يرون الآخرين يطوف عليهم المؤمنون إن في الجنة خيمة من لؤلؤة مجوفة. സ്വർഗ്ഗത്തിൽ ഓരോ മുഅ്മിനിനും ഒരു ഖൈമത്ത് ഉണ്ടാകും. അവന്റെ കൊട്ടാരം, അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവന് ഖൈമത്തുണ്ടാകും. എന്താണ് ഖൈമ? അതിന്റെ പ്രത്യേകത എന്താണ്? മിൻ ലുഅത്തിൻ മുജവ്വഫത്തിൻ. ഒരൊറ്റ മുത്തിൽ അത് തുരന്ന് ഉണ്ടാക്കിയതാണത്. ഒരൊറ്റ മുത്തുകൊണ്ടുള്ള കൂടാരമാണ്. അർദുഹാ 60 മീല. അതിന്റെ വീതി എത്രയാണ്? 60 മൈലാണ്. 60 മീല 60 മൈലാണ്. ഫീ കുല്ലി സാവിയത്തിൻ മിൻഹാ അഹ്ലുൻ. അതിൽ ഓരോ മൂലയിലും മുഅ്മിനന് അവന്റെ വീട്ടുകാരുണ്ടാകും. മാ യറൗനൽ ആഖരീൻ. ഈ അവന്റെ ഇണകൾ പരസ്പരം കാണുകയില്ല. യതൂഫു അലൈഹിം അൽ മുഅ്മിൻ ഔ അൽ മുഅ്മിനൂൻ. മുഅ്മിനുകൾ അവരുടെ ഈ ഇണകളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കും, മാറി മാറി ചെന്നുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹിലും ഈ ഹദീസ് കാണാം. സമാനമായ ഹദീസ് മുഅ്മിനിന്റെ ഇമാം മുസ്ലിമിന്റെ സഹീഹിലും കാണാം. അപ്പോൾ അള്ളാഹു പറഞ്ഞു ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. ഖൈമത്തുകളിൽ ഒരുക്കി നിർത്തപ്പെട്ടിട്ടുള്ള അതീവ സുന്ദരികളായ സ്ത്രീകൾ. ലം യത്മിസ്ഹുന്ന. അവരെ സ്പർശിച്ചിട്ടില്ല. ഇൻസുൻ മനുഷ്യർ, ഖബ്ലഹും അവർക്ക് മുൻപ്, വലാ ജാന്നുൻ ജിന്നുകളും അവരെ സ്പർശിച്ചിട്ടില്ല. ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അവരുടെ ഇണകൾക്ക് മുൻപ് മനുഷ്യരോ ജിന്നുകളോ അവരെ സ്പർശിച്ചിട്ടില്ല. ഇത് നേരത്തെ സ്വർഗീയ സ്ത്രീകളെ കുറിച്ച്, ഇതിനേക്കാൾ പദവിയുള്ള മുഅ്മിനുകൾക്ക് ലഭിക്കുന്ന സ്വർഗീയ സ്ത്രീകളെ കുറിച്ചും പറയപ്പെട്ടിട്ടുള്ള വാക്ക് തന്നെയാണ്. മറിച്ച് അവർ ആരും തൊട്ടിട്ടുണ്ടാവുകയില്ല, അവർ കന്യകകളായിരിക്കും. അവരുടെ ഇണകളായ മുഅ്മിൻ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും അവർ കന്യകകളായി തീരും. ഓരോ തവണയും വീണ്ടും വീണ്ടും കന്യകകളായി തീരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നത് കാണാം. അല്ലാഹു പറയുന്നു മുത്തകിഈന അലാ റഫ്റഫിൻ ഖുദ്റിൻ വഅബ്ഖറിയ്യിൻ ഹിസാൻ. മുത്തകിഈന അലാ റഫ്റഫിൻ ഖുദ്റിൻ വഅബ്ഖറിയ്യിൻ ഹിസാൻ. മുത്തകിഈൻ അവർ ചാരിയിരിക്കുന്നവരാണ്. അലാ റഫ്റഫിൻ. റഫ്റഫ് എന്ന് പറഞ്ഞാൽ അൽ മഹാബിസ്,
ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്, ഇരിക്കാനുള്ള അവരുടെ അരീക്കത്തുകൾ, അവർക്കിരിക്കാനുള്ള ഭംഗിയുള്ള ഏറെ മേന്മയുള്ള സോഫകൾക്ക് പുറമെ അവർക്ക് ചാരിയിരിക്കാൻ റഫ്രഫുകൾ ഉണ്ടാകും. അത് ഇരിപ്പിടത്തിന്റെ മറ്റൊരു ഇനമാണ്. ഇരിപ്പിടത്തിന്റെ പിന്നാലെ മറ്റൊരു ഇരിപ്പിടം, ഇരിപ്പിടത്തിന്റെ പിന്നാലെ മറ്റൊരു ഇരിപ്പിടം, അതീവ ഭംഗിയുള്ളതും ഏറെ മേന്മയുള്ളതുമാണ്. ഖുദ്റിൻ, അതിന്റെ നിറം അള്ളാഹു പറയുന്നു അത് പച്ച നിറത്തിലുള്ളതായിരിക്കും, ഏറെ ഭംഗിയുള്ള പച്ച നിറത്തിലാണ്. വഅബ്ഖരിയ്യൻ ഹിസാൻ, അതുപോലെ അവർ ചാരിയിരിക്കുക എവിടെയാണ്? അബ്ഖരി. അബ്ഖരി എന്നാൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ സറാബി എന്ന വാക്ക് വന്നിട്ടുണ്ടല്ലോ. വസറാബിയു മബ്സൂസ, വിരിക്കപ്പെട്ട സറാബി. സർബിയ എന്ന വാക്കിന്റെ ബഹുവചനമാണ് സറാബി അഥവാ വിരിപ്പുകൾ. അതുതന്നെയാണ് ഇതിനെയും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അബ്ഖരി എന്ന് പറഞ്ഞാൽ വിരിപ്പുകൾ, നിലത്ത് വിരിക്കുന്ന, തറയിൽ വിരിക്കുന്ന വിരിപ്പുകൾക്കാണ് സർബിയ എന്ന് പറയുക. ഹിസാൻ, ഏറെ ഭംഗിയുള്ള റഫ്രഫുകളിൽ മേലും അബ്ഖരി അതിന്മേലും ചാരിയിരിക്കുന്നവരായിരിക്കും മുഅ്മിനുകൾ. മുത്തക്കിഈന അലാ റഫ്റഫിൻ ഖുദ്റിൻ വഅബ്ഖരിയ്യിൻ ഹിസാൻ فبأي آلاء ربكما تكذبان لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان متكئين على رفرف خضر وعبقري حسان فبأي آلاء ربكما تكذبان تبارك اسم ربك ذي الجلال والإكرام تبارك اسم ربك ذي الجلال والإكرام تبارك എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൈറുകൾ ധാരാളമായിരിക്കുന്നു, അവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. അലാ റഫ്റഫിൻ തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. മുമ്പ് ഈ വാക്ക് അൽ ജലാൽ വൽ ഇക്റാം എന്ന വാക്ക് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇവിടെ ദിൽ ജലാലി വൽ ഇക്റാം, ദുൽ ജലാലു വൽ ഇക്റാം എന്ന് വന്നതിനാൽ അവിടെ ജലാലും ഇക്റാമും കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ മുഖമാണ്, അവന്റെ വജ്ഹാൻ. അവന്റെ വജ്ഹ് എങ്ങനെയുള്ള വജ്ഹാൻ? ജലാലും ഇക്റാമുമുള്ള വജ്ഹാൻ. ഇവിടെ അള്ളാഹുവിന്റെ വജ്ഹിനെ അല്ല, റബ്ബിനെ തന്നെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ദിൽ ജലാലു വൽ ഇക്റാം. കാരണം ഇവിടെ റബ്ബ് എന്നത് മജ്റൂറാണ്, അഥവാ റബ്ബിന് ഇവിടെ ജറാണ് വന്നിട്ടുള്ളത്, കെസറാണല്ലോ. تبارك اسم ربك اسم ربك ഇസ്മ അള്ളാഹുവിന്റെ പേര് എന്ന് വന്നതിനാൽ, ഒന്ന് മുദാഫും മറ്റേത് മുദാഫ് ഇലൈഹിം ആയതിനാൽ പേരും അത് റബ്ബിന്റെ പേരാണ്. കിതാബ് മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ മുഹമ്മദിന് കെസർ കൊടുക്കുന്നത് പോലെ, ജറ് ചെയ്യുന്നത് പോലെ തബാറക ഇസ്മു റബ്ബിക, റബ്ബിന്റെ പേര് അത് അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്നു, എല്ലാ ബറക്കത്തുകളും നിറഞ്ഞതായിരിക്കുന്നു. ആ റബ്ബ് എങ്ങനെ ഉള്ളവനാണ്? ദിൽ ജലാലി വൽ ഇക്റാം. റബ്ബിന് കെസറായതുകൊണ്ടാണ് എന്ത് വന്നത്? ദിൽ ജലാലി വൽ ഇക്റാം. നേരത്തെ വയബ്ഖാ വജ്ഹു റബ്ബിക, അവിടെ ദുൽ ജലാലി വൽ ഇക്റാം എന്നാണ് വന്നത്. ദിൽ ജലാലി ആയിരുന്നുവെങ്കിൽ അവിടെയും വിശേഷിപ്പിച്ചത് റബ്ബിനെ ആകും. എന്നാൽ ദുൽ ജലാലി എന്ന് വന്നതിനാൽ അവിടെ ജലാലും ഇക്റാമും ഉണ്ടെന്ന് പറഞ്ഞത് എന്തിനാണ്? റബ്ബിന്റെ വജ്ഹിനാണ്. ഇവിടെ ജലാലും ഇക്റാമും ഉണ്ടെന്ന് പറഞ്ഞത് റബ്ബിനാണ്. അവന്റെ വജ്ഹും ദുൽ ജലാലി വൽ ഇക്റാമാണ്, റബ്ബും ദുൽ ജലാലി വൽ ഇക്റാമാണ്. ദുൽ ജലാലി വൽ ഇക്റാം, ജലാലും ഇക്റാമും ഉള്ളവനാണ് അവൻ. ജലാൽ അങ്ങേയറ്റത്തെ മഹത്വമാണ്. ഇക്റാം എന്നാൽ ആദരവ് നൽകലാണ്. എല്ലാ ആദരവുകൾക്കും മഹത്വങ്ങൾക്കും അർഹനായ റബ്ബ് നിഷേധിക്കാനോ അനുസരണക്കേട് കാണിക്കാനോ ധിക്കരിക്കാനോ പാടില്ലാത്ത ജലാലത്തും അളമത്തും ഉള്ളവൻ. അതുപോലെ അവൻ ഇക്റാമുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന നല്ലവരായ പടപ്പുകൾക്ക് അവൻ ഇക്റാം നൽകും. ആ അർത്ഥത്തിലും വിശദീകരണം വന്നത് കാണാം. അള്ളാഹുവിനെ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ധാരാളമായി വിളിക്കാൻ. അലിഹു ബിയാദൽ ജലാൽ വൽ ഇക്റാം. ചില റിവായത്തുകളിൽ അലിഹു ബിയാദൽ ജലാലു വൽ ഇക്റാം. ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ യാദൽ ജലാലു വൽ ഇക്റാം എന്ന്
വിളിക്കുക. നിങ്ങൾ റബ്ബിനെ ധാരാളമായി യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് വിളിക്കുക. കാരണം ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള റബ്ബിന്റെ ചില പേരുകൾ വിളിച്ച് അവനോട് ദുആ ചെയ്താൽ അവൻ ഉത്തരം നൽകാൻ സാധ്യതയേറെയാണ്. ഒരു ദുആവും വെറുതെ ആയി പോവുകയില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. റബ്ബിനോട് ചെയ്യുന്ന ഒരു ദുആവും, ഒരൊറ്റ ദുആവും വെറുതെ ആയി പോവുകയില്ല. എല്ലാ ദുആവും അതിന് അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് പ്രതിഫലം നൽകും. ഇഖ്ലാസോടെ ഇഅ്തിദാ ഇല്ലാതെയാണ് ദുആ എങ്കിൽ, ഇഖ്ലാസോടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് ഇഅ്തിദാ ഇല്ലാതെയാണെങ്കിൽ, ഇഅ്തിദാ എന്നാൽ എന്താണ്? ദുആയിൽ അതിരുവിടൽ. ദുആയിൽ അതിരുവിടലില്ലാതെയാണ് ദുആ എങ്കിൽ. എന്താണ് ദുആയിലെ അതിരുവിടൽ എന്ന് പറഞ്ഞാൽ? ഏറ്റവും വലിയ അതിരുവിടൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശദീകരിച്ചതുപോലെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടലാണ്. റബ്ബല്ലാത്തവരെ വിളിച്ചു തേടൽ ഏറ്റവും വലിയ ഇഅ്തിദാ ആണ് ദുആയിൽ. അതുപോലെ ഷർറിനു വേണ്ടി പ്രാർത്ഥിക്കുക പാടില്ലാത്തതാണ്. ഷർറിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലാത്തതാണ്. അസംഭവ്യമായ കാര്യങ്ങൾ എന്ന് റബ്ബ് അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഉദാഹരണത്തിന് ഒരാൾ ദുആ ചെയ്യുന്നു, അല്ലാഹു എന്നെ നബിമാരുടെ സ്ഥാനത്തേക്ക് ഉയർത്തണേ. അത് മുസ്തഹീൽ, അത് നടക്കാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നബിമാരല്ലാത്തവരെ നബിമാരുടെ പദവിയിലേക്ക് ഉയർത്തുകയില്ല, നബിമാരെ പോലെ ആക്കുകയില്ല. അതുപോലുള്ള ദുആ ചെയ്യുക എന്നത് ദുആയിലെ ഇഅ്തിദാ ആണ്. അതുപോലെ ദുആയിലെ ഇഅ്തിദായിൽപ്പെട്ടതാണ് അനാവശ്യമായ ദുആ. അനാവശ്യമായ ദുആ ഒരു സഹാബി കേൾക്കുകയുണ്ടായി, ഒരാൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ നീ എനിക്ക് സ്വർഗത്തിൽ ഇന്നത് തരണേ, കൊട്ടാരം തരണേ, അവിടെ ഇണകളെ തരണേ, അവിടെ ഇങ്ങനെ തരണേ, അങ്ങനെ തരണേ എന്നൊക്കെ ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ സഹാബി വിലക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, മോനെ ദുആയിൽ സ്വർഗം അല്ലാഹു തന്നാൽ അതിലുള്ളതൊക്കെ അടക്കമാണ് അല്ലാഹു തരുന്നത്. അതുകൊണ്ട് എന്ത് ചോദിച്ചാൽ മതി? സ്വർഗം ചോദിച്ചാൽ മതി, വേണ്ടാത്തത് ചോദിക്കണ്ട. അത് അങ്ങനെയുള്ള പല ദുആകളും ആളുകൾ ചെയ്യുന്നത് കാണാം. പ്രത്യേകിച്ച് മുസ്ലിയാക്കന്മാർ, അവർക്കുണ്ട് അങ്ങനത്തെ പല ദുആ. ഹറമിലൊക്കെ സാധുക്കളായ ജനങ്ങളെയും കൂട്ടി പോയാൽ ഉസ്താദ് വലിയ ദുആന്റെ ആളാണ് എന്ന് കൂടെ വന്നവരെ തോന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൈനീട്ടി ഒച്ചത്തിൽ, മലയാളത്തിൽ ഒച്ചത്തിൽ ദുആ ചെയ്യുന്ന കാണാം. ശരിയല്ലാത്ത ദുആകൾ ദുആ ചെയ്യുന്നത് കാണാം. ഓരോന്നും തഫ്സീലായി എടുത്തു പറഞ്ഞ് ഇന്ന രോഗങ്ങളുടെ പേരൊക്കെ എടുത്തു പറഞ്ഞ് അല്ലാഹുവേ ആ രോഗം ഈ രോഗം ഇതൊക്കെ ഉള്ള, ഞാൻ കേട്ടതാണ് ഒരാൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ദുആ ചെയ്യുന്നു, ഒച്ചത്തിൽ ദുആ ചെയ്യുന്നു കാബന്റെ അടുത്ത് നിന്നിട്ട്. ഇതൊക്കെയുള്ള ഞങ്ങളുടെ രോഗികൾക്ക് മാറ്റി തരണേ. ഇതൊക്കെ എന്താണ്? പിന്നെ കുറെ സാധുക്കളായ സ്ത്രീകൾ കണ്ണീരോട് ആമീൻ പറയുന്നുണ്ട്. ഉസ്താദിന്റെ പോരിശയാക്കപ്പെട്ട ദുആ ആണെന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ ദുആയിലെ ശരിയല്ലാത്ത രീതികളാണ്. അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. ഇങ്ങനെ ഓരോന്നും എടുത്തു പറഞ്ഞ് അങ്ങനെ ശരിയല്ലാത്ത തഫ്സീൽ, അത് നല്ലത്. കാരണം അത് ഒരുപാട് നല്ല ദുആ ചെയ്യേണ്ട സമയമാണ് അയാൾ നഷ്ടപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജാമിആയ ഒരുപാട് ദുആകളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവിനെ എനിക്ക് അഫ്വും ആഫിയത്തും നൽകണമേ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറച്ച് ആളുകൾ അനസ് റളിയല്ലാഹു അൻഹു കൂടെ ഉള്ളപ്പോൾ പറഞ്ഞു, ഒന്ന് നിങ്ങൾ ദുആ ചെയ്യൂ. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. നിർത്തി. ആളുകൾ മഹാനായി സഹാബിയെ കൂടെ കിട്ടി. അപ്പോ അദ്ദേഹം ദുആ ചെയ്താൽ അതിന് വലിയ ഖൈറുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അവർ പ്രതീക്ഷിച്ചു ഇനിയും അദ്ദേഹം ദുആ ചെയ്യുമെന്ന്. അവർ പറഞ്ഞു ദുആ ചെയ്യൂ. അപ്പൊ അദ്ദേഹം വീണ്ടും ദുആ ചെയ്തു, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. നിർത്തി. നോക്കണം, സഹാബത്ത് എവിടെ, ഇതുപോലുള്ള ആളുകൾ എവിടെ? ഇത് മാത്രമേ നമ്മൾ ഏത് സമയത്തും ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ദുആയിൽ ഒരു തരം ഇഅ്തിദാ, അതിര് വിടുക, അത് സഹോദരങ്ങൾ നമുക്ക് വരുന്നത് അധികവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളെ നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. നബി പഠിപ്പിച്ച ദുആകൾ എടുത്തു നോക്കൂ, എല്ലാം ഉൾക്കൊള്ളുന്ന ദുആ ആണ്. അതിൽ എല്ലാ ഖൈറും ഉൾക്കൊള്ളുന്ന ദുആ ആണ് അതിൽ പലതും. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അല്ലാഹുമ്മ അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ചില റിവായത്തുകൾ തർഫത ഐൻ അബദ. അല്ലാഹുവേ യാ ഹയ്യും ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്,
നിന്റെ റഹ്മത്ത് മുഖേന ഞാൻ നിന്നോട് സഹായം തേടും. അല്ലാഹുമ്മ അസ്ലിഹ് ലി ശഅനി കുല്ലഹ, അല്ലാഹു എന്റെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി തരണേ. കുൽ എന്ന് പറഞ്ഞാൽ അത് ശാമിലായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ്. എല്ലാ കാര്യവും ശരിയാക്കി തരണം, ഇനിയൊന്നും പുറത്തില്ല. വല തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, നീ എന്റെ കാര്യം എന്നെ ഏൽപ്പിച്ചു കളയരുത്. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും, കണ്ണടച്ച് തുറക്കുന്ന നേരത്തേക്ക് പോലും നീ എന്റെ കാര്യം എന്നെ ഏൽപ്പിച്ചു കളയരുത് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആഇന്റെ പ്രത്യേകതയാണിത്. അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ദുആവും വെറുതെ ആവുകയില്ല എന്നാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് റബ്ബിനോട് ധാരാളമായി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അതുപോലെ ഈ പറഞ്ഞ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചൊല്ലിയിരുന്ന പ്രത്യേകതകൾ പറഞ്ഞ പല ദുആകളുമുണ്ട്. ദുആയുടെ പുസ്തകങ്ങൾ പലതും ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതിൽ സ്വഹീഹായ ദുആ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ നോക്കി വാങ്ങണം എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളമാണ് ഇത് ഇന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിലുള്ളതാണ്, അതിന്റെ നമ്പർ ഇത്രയാണ്. അതുപോലെ ഇന്ന പണ്ഡിതൻ ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിരിക്കും. ഉദാഹരണത്തിന് ഒരു പ്രാർത്ഥന കൊടുക്കും, എന്നിട്ട് പറയുന്നു റവാഹു അബൂ ദാവൂദ്, ഇത് ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്തതാണ്. വസഹഹുൽ അൽബാനി, ഇമാം അൽബാനി റഹിമഹുല്ലാഹ് ഇത് സഹീഹാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ കാണുന്ന പുസ്തകങ്ങൾ ഏതുണ്ട്, അത് ധാരാളമുണ്ട്. അങ്ങനത്തേതാണ് നമ്മൾ വാങ്ങുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. ഇതല്ലാതെ തോന്നിയ ദുആ ഒക്കെ കൊടുത്തിട്ടുള്ള ദുആ പുസ്തകങ്ങൾ പലതുണ്ട്. മുസ്ലിയാക്കന്മാരിറക്കുന്ന പുസ്തകങ്ങൾ, മഞ്ചിൽ മഫാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ, അതിലൊക്കെ നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണുള്ളത്. ബിദ്അത്തിലേക്ക് എത്തുന്ന പല കാര്യങ്ങളും. ഉദാഹരണത്തിന് ഖുർആനിലെ ചില ആയത്തുകളെ കുറിച്ച് ഈ ആയത്ത് ഇത്ര തവണ ഇന്ന കാര്യത്തിന് ഓതുക പോലെ ഒരു സാധനം കാണാതായാൽ സൂറത്തുൽ ലുഖ്മാനിലെ യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹ അല്ലാഹ് എന്ന ആയത്ത് 999 തവണ ഓതുക. ഇതുപോലത്തെ കാര്യങ്ങൾ ഉള്ള പുസ്തകങ്ങൾ അത് തെളിവിന് നിരക്കാത്ത കാര്യങ്ങളാണ്. അത് ജനങ്ങൾ പഠിപ്പിക്കുക എന്നത് തെറ്റാണ്. അതല്ല വിവരമുള്ളവർ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്ക് കൊണ്ടുപോകലാണ്. നബി പഠിപ്പിച്ച ദുആയിൽ ഒരുപാട് ഖൈറുണ്ട്. അതിൽപ്പെട്ടതാണ് യാദൽ ജലാൽ വൽ ഇക്റാം എന്ന് വിളിച്ച് റബ്ബിനോട് തേടുക എന്നത്. റബ്ബിനോട് അറബിയിൽ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന പഠിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഏറ്റവും ഖൈർ. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കാവൂ എന്നില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ചില ആളുകൾ പറയുന്നു അറബി ഭാഷയിൽ ഫസീഹായ തെറ്റാത്ത അറബി ഉണ്ടല്ലോ, അതായത് നല്ല വ്യാകരണമൊത്ത ശുദ്ധ അറബി. മലയാളത്തിൽ ശുദ്ധ മലയാളവും നമ്മളെ മലയാളം ഉണ്ടല്ലോ, എന്നതുപോലെ ശുദ്ധ അറബിയും അതല്ലാതെ ജനങ്ങളുടെ ഓരോ ലഹജയും അങ്ങനത്തെ അറബിയും ഉണ്ട്. അപ്പൊ തെറ്റാത്ത ഫസീഹായ ഭാഷയിൽ മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ദുആ സ്വീകരിക്കില്ല എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. നബി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് തെറ്റാണ്. മറിച്ച് എങ്ങനെ ദുആ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. സാധാരണ സംസാരിക്കുമ്പോൾ ഫസീഹായ ഭാഷ പറയാത്തവൻ, ശുദ്ധമായ ഭാഷ പറയാത്തവൻ, അഥവാ അറബിയാണ് ഉദ്ദേശം, ആ ശുദ്ധമായ ഭാഷ സാധാരണ സംസാരിക്കാത്തവൻ ദുആ ചെയ്യുമ്പോൾ അത് കഷ്ടപ്പെട്ട് അത് പിടിക്കലാണ് തെറ്റ്. കാരണം അപ്പൊ എന്ത് ഇഖ്ലാസിൽ ചോർച്ച വരും. ഇതിലായിരിക്കും അവന്റെ ശ്രദ്ധ, അവന്റെ നാവ് നേരെയാക്കുക, ലുഗത്ത് നേരെയാക്കുക, അതിലായിരിക്കും ശ്രദ്ധ. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, ഏത് ഭാഷയിൽ വിളിച്ചാലും അള്ളാഹു കേൾക്കും, റബ്ബ് ദുആ ചെയ്യും. നബിമാരുടെ ഭാഷ എല്ലാവരുടെയും ഭാഷ അറബിയായിരുന്നോ? അല്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഓരോ നബിമാരെയും അവരുടെ ഖൗമിന്റെ ഭാഷയിലാണ് നാം നിയോഗിച്ചത്. നബിമാർ പല ഭാഷക്കാരായിരുന്നു. അതുകൊണ്ട് അറബിയിലെ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് നമുക്ക് ഏത് ഭാഷയിലും ദുആ ചെയ്യാം. അള്ളാഹു കേൾക്കുന്നവനാണ്, അവൻ ഉത്തരം നൽകുന്നവനാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ നിങ്ങൾ പഠിച്ചു നോക്കൂ, അത് ഹിഫ്ളാക്കി നോക്കൂ, നമുക്ക് മനസ്സിലാവും നമ്മൾ പലതിനും ഇത് മതി, ഇത് ധാരാളമാണ്. മാത്രമല്ല അതിൽ ഒരുപാട് ഖൈറുണ്ട്, അതിലെല്ലാം ബറക്കത്തുമുണ്ട്. നമ്മൾ വിചാരിക്കാത്ത പോലെ ഖൈറും നബി പഠിപ്പിച്ച ദുആയിലുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ അലിംദു ബിഅദൽ ജലാൽ വൽ ഇക്റാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലുന്ന ദുആയിലില്ല, അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക്ത യാ അദൽ ജലാലി വൽ ഇക്റാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കാണാം,
ഇന്നമിൻ ഈ ദിൽ ജലാൽ വൽ ഇക്റാം എന്ന ആയത്ത് വിശദീകരിച്ച് ഇബ്നു കസീർ ഉദ്ധരിച്ച ഹദീസാണ്. ഇന്നമിൻ ഇജ്ലാലില്ലാഹ്, അള്ളാഹുവിനെ ഇജ്ലാൽ ചെയ്യുന്നതിൽപ്പെട്ടതാണ്, അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ് ഇക്റാമു ദിശ്ശൈബത്തി അൽ മുസ്ലിം. ഇക്റാമു ദിശ്ശൈബത്തി അൽ മുസ്ലിം, മുസ്ലിമായ ഒരു വൃദ്ധനെ, ഷൈബ എന്ന് പറഞ്ഞ നരച്ചാളെ ബഹുമാനിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള ഇജ്ലാലിൽപ്പെട്ടതാണ്, അള്ളാഹുവിനെ അവനെ മഹത്വപ്പെടുത്തുന്നതിൽപ്പെട്ടാണ്. അത് സുൽത്താൻ അൽ മുഖ്സിത്ത്, അധികാരമുള്ള നീതിമാനായ ഒരാൾ ബഹുമാനിക്കുന്നതും. അതുപോലെ വഹാമിലുൽ ഖുർആൻ, ഖുർആനിന്റെ വാഹകനെ, ഗൈറൽ മുഗാലി ഫീഹി വലൽ ജാഫി അൻ, ഖുർആൻ പഠിച്ചിട്ടുള്ള ആളാണ് ഇവിടെ ഉദ്ദേശം. ഗൈറൽ മുഗാലി ഫീഹി, അതിൽ ഗുലുവ് കാണിക്കാത്തവനും ജഫാ കാണിക്കാത്തവനും. ഗുലുവ് എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഖുർആൻ ഓതുമ്പോൾ ചില ആളുകളുണ്ടാവും അർത്ഥം പഠിക്കാനോ അത് അമലാക്കാനോ ഒന്നും താല്പര്യമില്ല, പിന്നെയോ തജ്വീദിലായിരിക്കും അവരുടെ ഗുലു. മുസ്ലിയാക്കന്മാരെ പലരെയും കാണുന്നില്ലേ, ഖുർആൻ അത് തജ്വീദിൽ വളരെ ശ്രദ്ധിക്കും, അതിനൊക്കെ അങ്ങ് ഉള്ളുന്നെടുത്തിനൊക്കെ ഉച്ചരിക്കുന്നേക്കാം മുസ്ലിയാക്കന്മാർ. എന്നാലോ അതിനുശേഷം ചെയ്യുന്നത് ഖുർആനിന് നേരെ എതിരായ കാര്യം, അള്ളാഹു അല്ലാത്തവർ വിളിച്ചത് കൊടുത്തു. കുട്ടികളെ അയിനും ഹാവും ഒക്കെ ഹാ ഹീ ഹൂ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ മതിശേഖരം നോക്കിയാനാണ്. അതാണ് ഗുലു. പണ്ഡിതന്മാരത് വിശദീകരിച്ചു. അതുകൊണ്ട് അമൽ അതുപോലെ തിലാവത്തിൽ മാത്രം, ഇങ്ങനെയുള്ള തജ്വീദിൽ മാത്രം ശ്രദ്ധിക്കുക, അത് അതിലുള്ള ഗുലുവാണ്. ഓതുമ്പോൾ തന്നെ തജ്വീദിൽ ഖിറാഅത്തിൽ അതിരുവിടരുത്. അങ്ങനെ പല ഖിറാഅത്തുണ്ട്. ഖിറാഅത്തിൽ അതിരുവിടാന്ന് പറഞ്ഞാൽ എന്താ? അതിരുവിടരുത് എന്ന് പറഞ്ഞാൽ കുറെ ഓതരുത് എന്നല്ല. ഖുർആൻ അത് നല്ല ശബ്ദത്തിൽ നല്ല ഈണത്തിൽ ഓതണം. പക്ഷേ ചില ആളുകൾ അതിരുവിടുന്ന വെക്കാം, പാട്ട് പോലെ ഓതുന്നത്. ഇപ്പൊ അങ്ങനത്തെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഏത് കേട്ട ഏതോ സിനിമ പാട്ടാന്ന് തോന്നുന്നു, ആ രൂപത്തിൽ അത് ഓതുക. അതിലൊരു പരിധിയുണ്ട്. നമ്മുടെ ഹറമിൽ ഇമാമുമാരൊക്കെ ഓതുന്നത് പോലെ, അറിയപ്പെട്ട പല കാര്യങ്ങളിലെ ഓത്തുപോലെ, അത് അതിന്റെ ശരിയായ പരിധിയാണ്. അത് വിട്ട് ചില ആളുകൾ കാണാം. അങ്ങനെ പരിധി വിട്ട് അതിൽ പോവുക എന്നത് പണ്ഡിതന്മാർ വ്യക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. അതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ ജഫാ കാണിക്കരുത്. ഖുർആൻ പഠിച്ച് എന്നാൽ ഖുർആൻ അമലാക്കാതെ പോവുക എന്നത് നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഈ സൂറത്തിന്റെ തഫ്സീർ അവസാനിച്ചു, അൽഹംദുലില്ലാഹ്. ഇതിന്റെ തഫ്സീർ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ ഓതിയ ആയത്തുകളിൽ 2 സ്വർഗങ്ങളെ കുറിച്ച് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായി. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ എന്ന് പറഞ്ഞു തുടങ്ങിയത് ഏറ്റവും മുന്തിയ സ്വർഗമാണ്. അൽ മുഖറബൂൻ അസ്സാബിഖൂൻ എന്ന് പറഞ്ഞ വലിയ ആളുകൾക്ക് ലഭിക്കുന്നത്, നബിമാരും സിദ്ദീഖുകളും അവരുടെ കൂടെ ഉള്ളവരും. അതിനുശേഷം വമിൻ ദൂനിഹിമാ ജന്നതാൻ, അതിന് കീഴെ 2 സ്വർഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് പൊതുവെ മുഅ്മിനുകൾക്ക്, ഭൂരിഭാഗം മുഅ്മിനുകൾക്കും ലഭിക്കുന്ന സ്വർഗമാണ്. അതിൽ അവസാനം പ്രവേശിക്കുന്നവന് പോലും, അവൻ പോലും സ്വർഗത്തിലെ ഏതൊരാളും ചിന്തിക്കുക, എനിക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സുഖം എന്നാണ്. ഞാനാണ് ഇവിടെ ഏറ്റവും സുഖം അനുഭവിക്കുന്നത് എന്നാണ് അവസാനം കടക്കുന്നവൻ പോലും. അതിൽ എല്ലാവരും ചിന്തിക്കുക. പക്ഷേ സഹോദരങ്ങളെ, ഇത് രണ്ടും തമ്മിലുള്ള ശ്രേഷ്ഠതയിലുള്ള വ്യത്യാസം ഈ ആയത്തുകളിൽ വ്യക്തമാണ്. ഒന്നാമത്തത് അവരെ അള്ളാഹു ആദ്യം പറഞ്ഞു, മുകളിലുള്ള സ്വർഗക്കാരെ, ആ സ്വർഗത്തിന്റെ സുഖങ്ങളെ അള്ളാഹു ആദ്യം പറഞ്ഞു. അതുപോലെ പിന്നെ വാക്കുകളിൽ അള്ളാഹുവിന്റെ ആയത്തുകളിൽ ആ പ്രത്യേകത കാണാം. ദവാത അഫ്നാൻ, ആദ്യത്തെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് പല വർണ്ണങ്ങളിലുള്ള, പല ഇനങ്ങളിലുള്ള സുഖങ്ങൾ. അത് രണ്ടാമത്തേതിനെ കുറിച്ച് പറഞ്ഞില്ല. അതുപോലെ അരുവികളെ കുറിച്ച് തജ്രിയാൻ എന്ന് ആദ്യത്തെ സ്വർഗത്തെ കുറിച്ച്, നബ്ബാഖത്താൻ എന്ന് രണ്ടാമത്തെ 2 സ്വർഗങ്ങളെ കുറിച്ച്. ജരി എന്നത് നദ്ഖിനേക്കാൾ വേഗതയുള്ളതാണ്. അതുപോലെ ആദ്യത്തെ 2 സ്വർഗങ്ങളെ കുറിച്ച് ഫീഹിമ മിൻ കുല്ലി ഫാക്കിഹത്തിൻ സൗജാൻ, എല്ലാ പഴങ്ങളുടെ ഇനങ്ങളിൽ നിന്നും 2 ഇനങ്ങൾ അവർക്കുണ്ട്, ആ സ്വർഗങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തേന് എന്താ പറഞ്ഞത്? ഫീഹിമ ഫാക്കിഹത്തുൻ, അവിടെ പഴങ്ങളുണ്ട്, റുമ്മാനുണ്ട്, നഖലുണ്ട്. ആദ്യത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മിൻ കുല്ലി ഫാക്കിഹത്തിൻ സൗജാൻ, എല്ലാ പഴങ്ങളിൽ നിന്നും 2 സൗജുണ്ട്. അതുപോലെ അവിടെ അവരുടെ ഇരിപ്പുകൾ, അവരുടെ ഫുറുഷിനെ കുറിച്ച്
അവർ ചാരിയിരിക്കുന്ന പുരുഷനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഉൾഭാഗം ഇസ്തബറഖാണ്, ഉള്ളിലുള്ളതിൽ നിന്ന് ഏറ്റവും മുന്തിയ പട്ടാണ്. അപ്പൊ മുകളിലുള്ളതിനെ കുറിച്ച് പറയേണ്ടതില്ല. അതുപോലെ അവിടെയുള്ള ഇണകളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഖാസിറാത്തു തർഫ്. രണ്ടാമത് രണ്ട് സ്വർഗങ്ങളെ കുറിച്ച്, അവിടെ ഇണകളെ കുറിച്ച് പറഞ്ഞ എന്താണ്? ഹൂറുൻ മഖ്സൂറാത്ത്. ഖാസിറാത്തും മഖ്സൂറാത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖാസിറാത്ത് എന്നാൽ നേർക്ക് നേരെ അർത്ഥം പറഞ്ഞാൽ കണ്ണുകൾ, അവൾ താഴ്ത്തിയവളാണ്, കണ്ണുകൾ താഴ്ത്തിയവളാണ്. മഖ്സൂറാത്ത് എന്നാൽ കണ്ണുകൾ താഴ്ത്തപ്പെട്ടു, ഒരുക്കി നിർത്തപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ വാക്കിൽ എന്തുണ്ട്? ആദ്യം പറഞ്ഞതിന് രണ്ടാമത് പറഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. മഖ്സൂറാത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇമാം ഷാജി റഹിമഹുല്ലാഹ് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ഖൈമത്തുകളിൽ, കൂടാരങ്ങളിൽ ഒതുക്കി നിർത്തപ്പെട്ടവൾ എന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തിറങ്ങുകയില്ല എന്നാരും വിചാരിക്കരുത്. ഈ സ്വർഗത്തിലെ തോട്ടങ്ങളിലും അവിടെയുള്ള സുന്ദരമായ സ്ഥലങ്ങളിലേക്കൊന്നും അവർ പുറത്തിറങ്ങില്ല എന്ന് വിചാരിക്കരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാജാക്കന്മാരുടെ പെൺമക്കളെ കാണുന്നില്ലേ, രാജകുമാരികളെ കാണുന്നില്ല, കൊട്ടാരത്തിലാണ് അവരെങ്കിലും അവരുടെ തോട്ടങ്ങളിലേക്ക് അവർ ഇറങ്ങുമെന്നതുപോലെ. വല്ലാഹു അലം. ഇമാം ഷാജി റഹിമഹുല്ലാഹ് അങ്ങനെ എടുത്തു പറഞ്ഞത് കാണാം. എന്നാൽ ആ മനുഷ്യനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല എന്നത് രണ്ടു കൂട്ടരെയും അള്ളാഹു ഒരുമിച്ച് പറഞ്ഞു. പ്രത്യേകമായി ആദ്യത്തെ കൂട്ടരെ, ആദ്യത്തെ സ്ത്രീകളെ കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, മാണിക്യവും പവിഴവും പോലെ ഉണ്ട് അവർ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുപോലെ ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, അവർക്ക് ഇഹ്സാനിന്റെ പ്രതിഫലം ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ്? അവർ മുഹ്സിനുകളാണ്. ഈമാനിൻ മുഅ്മിനിന്റെയും മുകളിലുള്ള പദവിയാണ് മുഹ്സിൻ. അല്ലാഹുവിനെ കാണുന്നത് പോലെ അവൻ ഇബാദത്ത് ചെയ്തു റബ്ബിനെ. റബ്ബ് കാണുന്നില്ലെങ്കിലും റബ്ബ് നമ്മെ കാണുന്നുണ്ട് എന്നതിൽ സംശയമില്ല. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ രണ്ട് വിഭാഗത്തിന്റെ ഈ വ്യത്യാസങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വനസ്അലുല്ലാഹൽ കരീം അൽ വഹാബ്, കരീമും വഹാബുമായ റബ്ബിനോട് നാം ചോദിക്കുന്നു, അവനോട് നാം ദുആ ചെയ്യുന്നു, അൻ യജഅൽനാ മിൻ അഹ്ലിൽ ഊലയൈൻ, ആദ്യത്തെ രണ്ട് സ്വർഗ്ഗക്കാർ, ഏറ്റവും മുകളിലുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്താൻ നാം റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم ادخلنا الفردوس، اللهم ادخلنا جناتك الفردوس، اللهم ادخلنا جناتك الفردوس. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.